ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഓണത്തിനൊക്കെ സദ്യയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടെയൊഴിക്കുന്ന തനി നാടൻ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പരിപ്പ് വേവിക്കാം. ഞാൻ അരക്കപ്പ് പരിപ്പ് ഇതുകൂട്ട് ചട്ടിയിലിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഷ്ണങ്ങൾ തയ്യാറാക്കാം. ഞാനൊരു ചെറിയ കഷ്ണം കുമ്പളങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചേന എടുത്തിട്ടുണ്ട്, പടവലങ്ങ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഒരു വലിയൊരു സൈസാണ് കേട്ടോ. പിന്നെ ഒരു വലിയ മുരിങ്ങക്കായ, കോവക്കായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസ് എടുത്തിട്ടുണ്ട്. ബീൻസ് ഒരു 6-7 ബീൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പരിപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ എടുത്ത് പൊളിച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കുക. ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ട് ഒരു 3 പച്ചമുളക് 2ആയിട്ട് കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം ഒന്നിച്ചിട്ട് അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തുറന്ന് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ എടുത്ത കൂട്ടത്തിൽ ഞാൻ മത്തങ്ങ കാണിക്കാനായിട്ട് വിട്ടുപോയി. മത്തങ്ങ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പച്ചക്കറികളെല്ലാം എടുത്ത് അരിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ആവശ്യത്തിനുണ്ട്, ഇച്ചിരി കൂടിപ്പോയി. അപ്പം ഞാൻ ആ പരിപ്പ് വേവിക്കാൻ വെച്ചിരിക്കുന്ന ചട്ടിക്കകത്തെല്ലാം കൂടി ഇരിക്കില്ല. അപ്പം ഞാനതെല്ലാം കൂടി ഈ വലിയ ചെരുവത്തിലോട്ട് മാറ്റി പരിപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു. അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം കൂടി അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കഷ്ണങ്ങൾ വേവിക്കാം. ഇനി ഇതിലോട്ട് കുറച്ചുകൂടെ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ പരിപ്പ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് വേണം ബാക്കി ഉപ്പ് ചേർക്കാനായിട്ട്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ കായപ്പൊടി, 2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും നമ്മൾ കട്ടക്കായം വാങ്ങാൻ കിട്ടുമല്ലോ, അതാണ് ചേർക്കേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് കട്ടക്കായം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കായപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഈ സമയത്ത് വേണം വഴുതനങ്ങ ചേർത്ത് കൊടുക്കാൻ. വഴുതനയ്ക്ക് ഒത്തിരി വേവില്ലാത്തതായതുകൊണ്ട് നമുക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് വഴുതനങ്ങ പെട്ടെന്ന് വെന്ത് വന്നോളും. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് പുളി ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. പക്ഷേ സാമ്പാറിന് ഒത്തിരി പുളിയുടെ ആവശ്യമുണ്ട്, കുറച്ച് ഒഴിച്ചാൽ മതി. ഒരു 1/4 കപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. പുളിയും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. നല്ലപോലെ വെന്ത് ഒരുപാട് വെള്ളമൊന്നും ആകാതെ പരുവത്തിന് വെള്ളമൊക്കെ ഉണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ പൊടികൾ വറക്കുമ്പം വഴറ്റി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പം നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കായം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഒരു 1/4 ടീസ്പൂണും കൂടെ കായം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ വറക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ നമ്മുടെ സാമ്പാർ കുളമായി പോവും. ഇപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക്
ഒരു പകുതി തക്കാളി, നേരത്തെ പുളി ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാനൊരു വലിയ തക്കാളിയുടെ പകുതി ഭാഗമാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ നമ്മൾ ഡയറക്റ്റ് സാമ്പാറിലേക്ക് നേരത്തെ വേവിച്ച പോലെ വേവിക്കുകയാണെങ്കിൽ അത് വല്ലാണ്ടങ്ങ് വെന്തായിപ്പോവും. അപ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടണം. പിന്നെ അധികം വേവും ഇല്ലാത്ത സാധനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പൊടികളൊക്കെ വഴറ്റുമ്പം ആ സമയത്ത് നമ്മൾ വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കിതിനെ വേവിച്ച് വെച്ച കഷ്ണങ്ങളുടെ കൂട്ടത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. പൊടികളെല്ലാം നമ്മൾ വഴറ്റിയെടുത്തില്ലേ, അതെല്ലാം ഈ കഷ്ണത്തിലോട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി ചേർക്കണം കേട്ടോ. പിന്നെ നമുക്കിതിന് ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ എനിക്ക് ഈ സാമ്പാറിന് ആവശ്യത്തിന് വെള്ളമുണ്ട്. കഷ്ണങ്ങൾ കുറച്ച് കൂടുതൽ കിടക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ് കേട്ടോ വെള്ളം കുറവ് പോലെ, പക്ഷേ ആവശ്യത്തിന് വെള്ളമുണ്ട്. നിങ്ങൾക്ക് ഇനി വെള്ളം കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് അതിൻ്റെ ചെറുതായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് തെളിഞ്ഞ് നല്ലപോലെ തിളച്ച് സാമ്പാർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കടുകൊക്കെ താളിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും പാൻ എടുത്ത് വെച്ചു, എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്കതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ചുവന്നുള്ളി കട്ട് ചെയ്തതും 3 വറ്റൽമുളകും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മൂപ്പിച്ചെടുക്കുക. സാധാരണ നമ്മളൊക്കെ ഇപ്പോൾ എല്ലാവരും സാമ്പാർ ഉണ്ടാക്കുമ്പം കുക്കറിലൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ ഓണത്തിന് നമുക്ക് കുറച്ചുകൂടെ വെറൈറ്റി കുറച്ചുകൂടി നല്ല നാടൻ ടേസ്റ്റ് വരാനായിട്ടാണ് ഞാൻ ഇതുപോലെ കുക്കറിൽ വെക്കാതെ പച്ചക്കറിയൊക്കെ സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ കുക്കറിലാണെങ്കിൽ വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് പച്ചക്കറി എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങോട്ട് വിസിലടുപ്പിച്ചിട്ട് ഇതുകൂട്ട് പൊടികൾ വറുത്ത് കടുക് താളിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് എല്ലാവരും ഇതുപോലെ നാടൻ സാമ്പാർ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അത് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ.